ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ? തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ? എന്റെ തമിഴ് പയ്യനല്ലേ നിക്കണേ? നാം കോഴിക്കോട് ചെന്നാൽ അവിടെ, കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ. എന്തൊരു മറിമായം. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. എനിക്ക് പല പേരുകളായിരുന്നു. ഭൂതം, ഈ നിധി കാക്കുന്ന ഭൂതേ, കാളസർപ്പം. താനിപ്പോ എനിക്ക് കിട്ടത് കാലമാടൻ. കൊള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടു. മതിയോ മതിയോ? ഇനി ക്വസ്റ്റൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. പക്ഷേ അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം, ഞാനിവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട്, അത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ജീവിതമല്ലേ ചേട്ടാ? ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എടോ തനിക്കെന്താണോ? എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ. ആ സംഘാടകരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പുള്ളിയുടെ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് 4 lakh rupees ആയിരുന്നു. അത് ഞങ്ങൾ അക്കൗണ്ടിൽ കൂടെ 4 lakh എമൗണ്ട് പ്ലസ് GST കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു സിദ്ധി തന്നെ. ധർമ്മേന്ദ്ര വാക്ക് മാറ്റരുത്. ഓ, ഇപ്പോഴെങ്കിലും എന്റെ പേര് കറക്റ്റായിട്ട് പിടിയിട്ടില്ല. കാശ് തരാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അപ്പാന്ന് വരെ വിളിക്കും. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പണ്ട് ശ്രീനിവാസ് ഒരു സിനിമയെ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. നിന്റെ തല ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ പോയിക്കോ. കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രെയിനർ കോഴിക്കോട് വരും എന്നൊക്കെ പറഞ്ഞ് അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മൂല്യം കിട്ടണമെന്ന് പറഞ്ഞു. അതിനുള്ള മൂല്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കലും ഫോൺ കോളുകളായിട്ടും ഫ്ലക്സുകൾ വെക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത്. എത്ര അടിച്ചാൽ എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. എടോ തന്നെ വിളിച്ചോ? ഞാൻ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്ത് വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട.